ഫ്രണ്ട്സ്, നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോകാം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഇന്നലെ ആയിരുന്നല്ലോ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള യൂട്യൂബർ ഗംഗമോളുടെ കല്യാണം. ഗംഗയുടെ ചാനൽ ഞാൻ ഗ്ലാമി ഗംഗ എന്ന ചാനൽ ഞാൻ തുടക്കം മുതലേ കാണുന്ന ഒരാളാണ്. അന്ന് മുതൽ ഇന്ന് വരെയുള്ള ആ മോളുടെ നേട്ടം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഇന്നലെ മകളുടെ വിവാഹം കണ്ടപ്പോൾ മനസ്സ് നിറഞ്ഞു. അതും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് തന്നെ ആ വിവാഹം കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷം. എൻ്റെ സ്വന്തം മകളെപ്പോലെ തന്നെ ഞാൻ മനസ്സിൽ കാണുകയും അതുപോലെ ഓരോ നേട്ടങ്ങളിലും ഞാൻ അവരോടൊപ്പം സന്തോഷിക്കുകയും ചെയ്തു. അപ്പോൾ ഇന്നലെ വിവാഹമായിരുന്നത് കൊണ്ട് തന്നെ വിവാഹ വിഷസ് അറിയിക്കാൻ വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ. എൻ്റെ സ്നേഹം എനിക്ക് ഇങ്ങനെ മാത്രമാണ് പങ്കുവയ്ക്കാൻ കഴിയുന്നത്. ഗംഗയുടെ വീടായ കരിക്കുഴി എന്ന് പറയുന്ന സ്ഥലം എൻ്റെ അച്ഛൻ്റെ കുടുംബ വീടുള്ള സ്ഥലമാണ്. ഇപ്പോൾ ഞങ്ങൾ അവിടെ അല്ല താമസിക്കുന്നത്. പിന്നെ എൻ്റെ കുടുംബ വീടെന്ന് പറയുന്നത്, എൻ്റെ അമ്മയുടെ വീടെന്ന് പറയുന്നതും കരിക്കുഴിക്ക് അടുത്തൊക്കെയുള്ള ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ മോളുമായി എനിക്ക് ഭയങ്കരമായ ഒരു ആത്മബന്ധം ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ ഈ അടുത്ത ഇടയ്ക്ക് മംഗലത്ത് ബോട്ടിക് അവിടെ ഈ മോൾ വന്നിരുന്നു. അവിടുത്തെ ഉദ്ഘാടനത്തിനാണ് വന്നതെന്ന് എനിക്ക് തോന്നുന്നു. ആ സമയത്ത് ഞങ്ങളതിനെതിരെയുള്ള ധനുഷ് അപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറഞ്ഞ ഫ്ലാറ്റിൽ നമ്മൾ താമസിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ സമയത്താണ് അറിഞ്ഞത് അവിടെ ഗംഗമോളാണ് വരുന്നതെന്നുള്ള കാര്യം. അല്ലെങ്കിൽ എനിക്ക് ജസ്റ്റ് ഒന്ന് വാക്കബിൾ ഡിസ്റ്റൻസേ ഉണ്ടായിരുന്നുള്ളൂ. അത് നമുക്ക് ഫ്ലാറ്റിൽ ഇരുന്നാൽ തന്നെ കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ ആ ഫ്ലാറ്റിൽ ഞങ്ങൾ റെൻറ്റിന് താമസിക്കുന്ന സമയത്താണ് മോളവിടെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അന്ന് കാണാൻ സാധിച്ചില്ല. ഇനി എപ്പോഴെങ്കിലും കാണാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടുമെന്ന് ഞാൻ കരുതുന്നു. പിന്നെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ഒരു നിമിഷം പോലും പിഴയ്ക്കാത്ത ചുവടുകളുമായി മുന്നോട്ട് വന്ന ആ മോളെക്കുറിച്ച് എനിക്കെന്നും പറയാൻ അഭിമാനം മാത്രമേ ഉള്ളൂ. കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ ഓരോ കുട്ടികളും എത്രത്തോളം ഡിപ്രസ്ഡായും അതുപോലെ തന്നെ ജീവിത സാഹചര്യങ്ങളെ നേരിടാൻ ഉള്ള മനസാന്നിധ്യമില്ലാതെയും ഒക്കെ വളരെയേറെ ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ കഷ്ടപ്പാടുകളും ഒക്കെ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ഏത് കഷ്ടപ്പാടിനെയും നമ്മുടെ എന്താണ് പറയുന്നത്, ഒരു ആത്മധൈര്യത്തോടു കൂടി വളരെ സംയമനത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോയാൽ എന്തും നമുക്ക് നേടാൻ പറ്റുമെന്നുള്ളതിനുള്ള ഒരു ഉത്തമ ഉദാഹരണം കൂടിയാണ് ഗംഗമോളെന്ന് പറയുന്നത്. എന്നും അഭിമാനം മാത്രം. ഐ എം സോ മച്ച് പ്രൗഡ് അബൌട്ട് ഹർ. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ മകളുടെ വിവാഹത്തിൻ്റെ എൻ്റെ സ്നേഹവും അതുപോലെ തന്നെ പ്രാർത്ഥനയും അറിയിക്കാനാണ്. വിഷിങ് യു എ വെരി ഹാപ്പി ആൻഡ് പ്രോസ്പെറസ് മാരീഡ് ലൈഫ് മോളെ. അപ്പോൾ ഇനിയും ഉയരങ്ങൾ തന്നെ കീഴടക്കാൻ സാധിക്കും. ഏറ്റവും പ്രധാനമായി ആ മകൾ അമ്മയ്ക്ക് കൊടുത്ത ഒരു കരുതൽ, ഒരു സപ്പോർട്ട്, അതാണ് എനിക്ക് ഏറ്റവും എന്നെ ആകർഷിച്ചത്. പിന്നെ വീടെന്നുള്ള സ്വപ്നം അത് ഒരു വ്ളോഗിൽ കൂടെ കണ്ടപ്പോൾ സത്യത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ ഒരു കണ്ണ് നിറഞ്ഞുപോയി. അത്രയേറെ സന്തോഷമാണ്. അപ്പോൾ നമ്മുടെ മക്കൾ എല്ലാവരും നല്ല നിലയിലെത്തി കാണാനാണ് ഓരോ പാരൻസും ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഗംഗമോളുടെ അമ്മയെ ആഗ്രഹിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ആ ആഗ്രഹത്തിന് എല്ലാം നല്ല രീതിയിലുള്ള കരുതലും പിന്തുണയും നൽകിയ ആ മകൾക്ക് ഈശ്വരൻ എന്നും അനുഗ്രഹം നൽകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ എന്നും ഉൾപ്പെടുത്തും. അപ്പോൾ ആ ഒരു കാര്യം പറയാനാണ് ഞാനിന്ന് വന്നത്. അപ്പോൾ വിവാഹ മംഗള ആശംസകൾ. എന്നും സന്തോഷത്തോടെ ആയുരാരോഗ്യ സൗഖ്യത്തോടെ മുന്നോട്ടുള്ള ദിനങ്ങൾ ഒരു വസന്തകാലത്തിൻ്റെ തുടക്കമാണെന്ന് തന്നെ കരുതിക്കൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീണ്ടും പറയുന്നു, വിഷിങ് എ വെരി ഹാപ്പി ആൻഡ് പ്രോസ്പെറസ് ലൈഫ് മോളെ. ഈ വീഡിയോ ആ മകൾ കാണുമെങ്കിൽ എനിക്കറിയില്ല. കാരണം എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഒരുപാട് പേരിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോസ് ഇടാതെ
എൻ്റെ വീഡിയോ വളരെ ഡൗണായിട്ട് കൂടിയിരിക്കുന്ന സമയമാണ്. കാര്യം പക്ഷേ എനിക്ക് ഇത്രയും പറയണമെന്നുണ്ടായിരുന്നു. ഇതെൻ്റെ മനസ്സിൻ്റെ ഒരു പ്രാർത്ഥനയും ആഗ്രഹമാണ്. ഓരോ മക്കളും നല്ല രീതിയിലായി വരുമ്പോൾ ഒരമ്മമാരുടെയും മനസ്സ് നിറയുന്ന ആ മനസ്സിൻ്റെ ഒരു കരുതൽ കൂടിയാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനും ഒന്നുകൂടി സ്നേഹം അറിയിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിക്കുക. അതുപോലെ നമുക്ക് നല്ല കാര്യങ്ങൾ മാത്രം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും കാണാം കേട്ടോ ഫ്രണ്ട്സ്. ലവ് യു ഓൾ. ടേക്ക് കെയർ.